രുചികരമായ മത്തി ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി പുളിയാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത്. പിന്നെ ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ എടുക്കണം. പിന്നെ വെളുത്തുള്ളിയാണ് ചതച്ചത് ഒരു 3-4 പീസ്, 5-6 കഷ്ണം ചുവന്നുള്ളിയും കൂടെ. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇതുപോലെ. അതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യേണ്ടത് വെളുത്തുള്ളി എടുത്ത് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മത്തി ഒന്ന് വരഞ്ഞെടുക്കണം. നന്നായിട്ട് ക്ലീൻ ചെയ്ത മുഴുത്ത മത്തിയാണ്, നല്ല നെയ്യൊക്കെ ഉള്ള 3 മത്തിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ നമുക്കൊന്ന് വരഞ്ഞെടുക്കുക. അതിന് ശേഷം അടുത്തതായിട്ട് ചെയ്യേണ്ടത് പാൻ വെച്ചിട്ട് പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുത്ത് ഗ്യാസ് ഇപ്പം ഓൺ ആക്കിയിട്ടില്ല. അതിനകത്തേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുക. ഗ്യാസ് ഓൺ ചെയ്ത് പിന്നെ ചൂടായി വരുമ്പോഴത്തേനും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേനും ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് പച്ചമണം ഒന്ന് നന്നായിട്ട് മാറി വരുമ്പോഴത്തേനും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ കുരുമുളക് പൊടി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മാത്രം മതിയാകും, ഒരു നിർബന്ധമില്ല. പിന്നെ പുളിവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അല്പം പുളിവെള്ളം കൂടെ ചേർത്ത് നമ്മുടെ മത്തിക്ക് അനുസരിച്ച് എത്ര വേണോ പുളി അത്രയും ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മത്തി ഇതിനകത്തേക്ക് ഓരോന്നായിട്ട് പിറക്കി ഇട്ട് കൊടുക്കുക. അതൊന്ന് 2 വശം നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. അപ്പോൾ രുചികരമായ മത്തി ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചോറിന് കഴിക്കാൻ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, വയർ നിറയെ ചോറിന്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.